എൻ്റെ രോഗസ്ഥനാണല്ലോ. കണ്ണൂരിൽ നിന്നല്ല വന്നനെ. എൻ്റെ വീട്ടിൻ്റെ 8 നാഴി അപ്പുറത്തായി ഇവൻ്റെ തറവാട്. ഇയാൾ ചെറുക്കത്തെ പോരാ എൻ്റെ കാര്യസ്ഥനാണ്. ഇയാൾ അച്ഛൻ പണ്ട് മരിച്ചുപോയ കോലത്തിരിയുടെ ഭരണം. ആ രാജാവിൻ്റെ കാര്യസ്ഥനാണ് കരുണാകരൻ്റെ അച്ഛൻ. ഈ പിരിവ് സ്വത്ത് അങ്ങനെയാണ് കരുണാകരൻ വളർന്നത്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അയാൾ തൃശ്ശൂരേക്ക് വന്ന്. അങ്ങനെ കരുണാകരനും ഞങ്ങളും അടുത്ത വീട്ടുകാരാണ് നാട്ടിൽ. ഇപ്പം മക്കളുടെ വീടിൻ്റെ അവിടെ കരുണാകരൻ കോൺഗ്രസ്, നമ്മളും കോൺഗ്രസ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ വിട്ട് കോൺഗ്രസും വിട്ട് കമ്മ്യൂണിസ്റ്റായി. കരുണാകരൻ അപ്പുറത്ത് പോയി. കരുണാകരൻ ഇവിടെ ഒരു കേസ് പ്രതിയായിരുന്നില്ല. ആന്റണി ഇവൻ്റെ അവസരവാദം, ഓപ്പർച്യൂണിസ്റ്റ്. ആന്റണി ഓപ്പർച്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നു, ഈ 2 മകൾക്കും ഈ സീറ്റ് ആന്റണി സമ്മതിച്ചത് എങ്ങനെ? സറണ്ടർ. ആന്റണിയെ പുറത്താക്കാൻ ഞാൻ പറയാം 2.5 കൊല്ലം നേതാവ് മാറണം എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ അകത്തും ക്യാമ്പയിൻ നടത്തിയതാരാ? കെ കരുണാകരൻ. ഈ എറണാകുളം സമ്മേളനത്തിലെ കോൺഗ്രസ് രണ്ടാക്കാൻ വേണ്ടി ഇന്ദിരാ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളിച്ചതാരാ? മറ്റൊന്ന് ആന്റണി പറയുന്നത്, എന്നെയും തൊഗാഡിയെയും ഒരു ഫോട്ടോത്തിലടിച്ച് നിങ്ങൾ TV വെച്ചപ്പോൾ കാണിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാ, TV വെച്ചതും ശരിയാണ്, നിങ്ങളെ കാണിച്ചതും ശരിയാണ്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അത് കെ കരുണാകരൻ്റെ മൂത്തപുത്രനാണ് കേട്ടാ അതടിച്ചത് കേട്ടാ. നിങ്ങൾ അന്ന് 2 കോൺഗ്രസ് ആവാൻ പോകുന്ന സമയത്ത് കൊച്ചിയിൽ ഇന്ദിരാ കോൺഗ്രസിൻ്റെ ഫോട്ടോ വെച്ച് കരുണാകരൻ്റെ ചോട്ടിൽ വെച്ച് സമ്മേളനം നടന്നു. അന്ന് 2 ദിവസം മുമ്പേ ഈ ഫോട്ടോ വന്നു എറണാകുളം. ആരാ? ഞാക്കെന്താ നിങ്ങൾ 2 കോൺഗ്രസ്? ഞാക്കെന്ത് തരക്കാണ് അതിനുള്ള ഇന്ദിരാ കോൺഗ്രസ്? ഞാക്ക് വലിയ കാര്യമുണ്ട്. ഇതിലടിച്ചത് കരുതിക്കൂട്ടി അടിച്ചതാണ്. അടിച്ചത് ഈ കിങ്ങിണിക്കൂട്ടനാണ്. അതിനെനിക്ക് വേറൊരു വിവരമുണ്ട്. ഞാൻ ഡിമാൻഡ് ചെയ്തത് പോലീസ് എൻക്വയറി ചെയ്യണമെന്ന്. എന്നാൽ എനിക്ക് തെളിവ് കിട്ടും. അടിച്ചത് പുറത്താണ്, കേരളത്തിന് പുറത്താണ് അച്ചടിച്ചത്. ശരി. അതുകൊണ്ട് ആ അടിച്ചത് ശരിയാന്നല്ലേ ഞാൻ പറയുന്നത്. അടിച്ച പോസ്റ്ററുണ്ട്, നിന്റെ ഫോട്ടോ ഉണ്ട്, തൊഗാഡിയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അടിച്ച ആളെ നീ പിടിച്ചിട്ടില്ല. നിന്റെ വലങ്കയ്യ അടിച്ച്. ഇപ്പോൾ യോജിച്ചതിന് ശേഷം മകന് 2 പേർക്കും സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് നാട്ടം വായിലെ നാക്കിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലും തൊലിയുണ്ടോ? എൻ്റെ മോനെ നീ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു, എൻ്റെ മോക്കൊരു ലോകസഭാ സീറ്റും കൊടുത്തു. പിന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്നതിനൊക്കെന്താ? ഞാൻ 2 മുദ്രാവാക്യം. ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കരുണാകരനെതിരെ ഇറക്കിയിട്ട് എന്നെ വിളിക്കല്ലേ ഇപ്പോൾ.